മണിപ്പൂരിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ വമ്പൻ റെയ്ഡ് 4 ജില്ലകളിൽ നടന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ 4 ജില്ലകളിൽ നിന്ന് 17 വിവിധ സംഘടനകളിൽപ്പെട്ട തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സംയുക്ത സേനാ ഓപ്പറേഷനാണ് മണിപ്പൂരിൽ നടന്നത്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം മണിപ്പൂരിൽ വലിയ രീതിയിലുള്ള ശുദ്ധീകരണമാണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പുറത്തുവിട്ടതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ആ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി മണിപ്പൂരിലെ കൊടും ഭീകരവാദികളായിട്ടുള്ള 17 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സേന എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പുറത്ത് ലഭിക്കുന്നു. എന്തായാലും ബിഷ്ണുപൂർ ജില്ലയിൽ നിന്നും മൊയ്രാങ് കിയാം ലെയ്ക്കായ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുമാണ് 13ഓളം തീവ്രവാദികളെ നിരോധിത സംഘടനയായുള്ള കാങ് ലെയ്ൻ യാവോൽ കണ്ണ ലൂപ്പ് KYKL എന്ന് പറയുന്ന സംഘടനയുടെ 13 തീവ്രവാദികളെ അവിടെ നിന്നും പിടികൂടിയിരിക്കുന്നത്. നിരോധിത സംഘടനകൾ ധാരാളം മണിപ്പൂരിലുണ്ടെങ്കിലും അവയെല്ലാം മണിപ്പൂരിൽ യഥേഷ്ടം പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോലീസ് എല്ലാം അവിടെ ഉണ്ടെങ്കിലും അവർക്ക് പ്രത്യേകം ലഭിച്ചിരിക്കുന്ന ഭരണഘടനാ അവകാശത്തിൻ്റെ പേരിൽ ഈ നിരോധിത സംഘടനയൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം MEC 7 എന്ന് പറയുന്ന ഒരു സംഘടന ഉയർന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു. സമാനമായ രീതിയിൽ ഇവരെ നിരോധിക്കുകയാണെങ്കിൽ ഒരു പുതിയ സംഘടനയായിട്ട് രംഗത്തെത്തും. ആ സംഘടന പഴയ സംഘടനയുടെ ബാനറിൽ തന്നെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരിൽ നിന്ന് വലിയ മാരകായുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 27 വെടിയുണ്ടകൾ, 3 വാക്കി ടോക്കി സെറ്റ്, ക്യാമഫ്ലോജ് യൂണിഫോമുകൾ, പോരാത്തതിന് ടാക്ടിക്കൽ അസസറീസ് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം പിടിച്ചെടുത്ത് സീസ് ചെയ്ത് ഇപ്പോൾ കൃത്യമായി മാറ്റേണ്ടിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ് സേന. അറസ്റ്റ് ചെയ്തവരെ ഇംഫാലിലേക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. കാരണം ഈ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോഴാണ് അടുത്ത റെയ്ഡിനുള്ള സൂചനകൾ സർക്കാരിന് കിട്ടുന്നത്. നേരത്തെ മണിപ്പൂരിലേക്കുള്ള റെയ്ഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും വ്യാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഇതിൻ്റെ ഭാഗമായി മിസോറാം മ്യാൻമർ അതിർത്തിയിൽ നിന്നും വമ്പൻ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ ടൺ കണക്കിന് പിടിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടും ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പുറത്തുവിട്ടതാണ്. അത് മണിപ്പൂരിലേക്ക് കടത്താനില്ലെന്നാണ്. 2 മ്യാൻമർ തീവ്രവാദികളെയും അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ പുറത്തുവിട്ടതാണ്. എന്തായാലും ഒരു തീവ്രവാദിയെ NLF നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത സംഘടനയിൽപ്പെട്ട ങ്യാരിയാൻ ചിങ് ഏരിയയിൽ നിന്നാണ് പിടികൂടിയത്. ഇംഫാലിൽ തന്നെ. ഇവരെല്ലാം മണിപ്പൂരിൽ തീവ്രവാദം വളർത്തി വിഘടനവാദത്തിനായി കോപ്പുകൂട്ടുകയായിരുന്നു എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. വിഘടനവാദത്തിനായി കൃത്യമായി ഇവർ സൃഷ്ടിക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു കളം ഇവർ സൃഷ്ടിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഫോഴ്സസ് കാങ് ലൈ പാങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തീവ്രവാദി കേഡറിനെ ന്യാങ്ഖോങ് കുല്ലൻ ഏരിയയിൽ നിന്നും പിടിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അങ്ങനെ വമ്പൻ ഓപ്പറേഷൻ തന്നെയാണ് മണിപ്പൂരിൽ നടക്കുന്നത്. മണിപ്പൂരിൽ ഈ ഓപ്പറേഷൻ എല്ലാം നടക്കുമ്പോൾ അവിടെ ഇവർ പണിതുയർത്തിയ പല സെക്ടറുകളും പണിതുയർത്തിയ പല ബാരിക്കേഡുകളും എല്ലാം തകർത്തുകൊണ്ടാണ് അവിടെ സേന മുന്നേറുന്നത് എന്ന് തന്നെ നമുക്ക് പ്രധാനമായും പറയേണ്ടി വരും. അതിനിടയിൽ ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത പുറത്തു വന്നത് BJP അവിടെ വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്ന് BJPയുടെ ക്യാബിനറ്റിലുള്ള ഒരു മുൻ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിൽ ശുദ്ധീകരണം പൂർത്തിയാൽ ഉടനെ തന്നെ BJP അടുത്ത സർക്കാർ അവിടെ രൂപീകരിക്കാനായി തയ്യാറാണ് എന്നുള്ള ഒരു സൂചനയും ഇപ്പോൾ മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.